Good morning all. നമ്മൾ ഇന്ന് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൻ്റെ നെക്സ്റ്റ് സെഷനിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി, വാട്ട് ആർ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്, പിന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ ഇഷ്യൂഡ് ബൈ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്താണെന്ന് നോക്കി. അതിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, പിന്നെ ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ് പറഞ്ഞു. കൂടാതെ നമ്മൾ എന്തുകൂടി നോക്കി? പ്രൊസീജിയർ ഓഫ് അക്കൗണ്ടിങ് നോക്കി അല്ലേ? പ്രൊസീജിയർ ഓഫ് അക്കൗണ്ടിങ്ങിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. ടോട്ടൽ 12 കൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ് ആൻഡ് ഓൾ ടുഗദർ 12, എല്ലാം കൂടി ചേർത്ത് 12 ഉണ്ട്. അതെന്താണെന്ന് വഴിയെ നോക്കാം. അതിന് മുന്നേ ഈ കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, കൺവെൻഷൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സപ്പോസ് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഒരു സ്റ്റേഷനറി ബിസിനസ് ആണെന്ന് കൂട്ടിക്കോ. എക്സാമ്പിളായിട്ട് നിങ്ങൾ സ്റ്റേഷനറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. വർഷാവസാനം നിങ്ങൾ കണക്കെല്ലാം കൊണ്ട് 5 അക്കൗണ്ടൻസിൻ്റെ അടുത്ത് ചെന്നു. നിങ്ങൾ അക്കൗണ്ടൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, ഓരോ അക്കൗണ്ടൻറ്റിൻ്റെ അടുത്തും പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ, ഞങ്ങളുടെ അസറ്റ് എത്രയുണ്ട്, ബാധ്യതകൾ എത്രയുണ്ട് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. നിങ്ങൾ 5 അക്കൗണ്ടൻറ്റിൻ്റെ അടുത്തും സെയിം സാധനം തന്നെ കൊണ്ടുപോയി കൊടുത്ത്. അപ്പോൾ ഓരോ അക്കൗണ്ടൻറ്റും പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നോളാൻ പറഞ്ഞു. നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്ത് ചെന്നപ്പോൾ 5 പേരും 5 രീതിയിലാണ് ചെയ്തേക്കുന്നത് അക്കൗണ്ടിങ്. 5 പേരും 5 ടൈപ്പ് ഓഫ് പ്രോഫിറ്റ്സും 5 ടൈപ്പ് ഓഫ് അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തന്നേക്കുന്നത്. ഇവിടെ ഇങ്ങനെയാണ് ഒരു പ്രശ്നം വരുന്നത്. പല അക്കൗണ്ടന്മാരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ പല ഇൻഫർമേഷൻ ആയിരിക്കും നിങ്ങൾക്ക് തരിക, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആയിരിക്കും തരിക. അതെന്തുകൊണ്ടാണ്? ഒരു സ്റ്റാൻഡേർഡ് പ്രിൻസിപ്പിളോ നിയമങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ അങ്ങനെ കൺഫ്യൂഷനും എന്താ പറയുക, യൂണിഫോമിറ്റി ഇല്ലായ്മയും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സും അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും കൂടാതെ അക്കൗണ്ടിങ് കൺവെൻഷൻസും ജനറേറ്റ് ചെയ്തേക്കുന്നത്. അതായത് അക്കൗണ്ടിങ്ങിനെ ഗവേൺ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഈ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്താണ് അക്കൗണ്ടിങ് ആസ് എ ഹോൾ വർക്ക് ചെയ്യുന്നത്. അതായത് ഇത് ഫോളോ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയാണ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ്. അതായത് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ മലയാളം ഉപയോഗിക്കുന്നത് എന്തിനാണ്? മറ്റൊരാൾക്ക് മനസ്സിലാകാൻ വേണ്ടി അല്ലേ? അതായത് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവണം, നമ്മുടെ ആവശ്യങ്ങളും എല്ലാം മനസ്സിലാവണം. അപ്പോൾ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളും എന്താ പറയുക, ഇമോഷൻസും ഒക്കെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടൻസ് ആണ്, അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ത്രൂ അക്കൗണ്ടൻസ് ആണ്. അപ്പോൾ അക്കൗണ്ടൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യും. അത് ആർക്ക് കൊടുക്കും? യൂസേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. അതായത് ഓണേഴ്സ് ഉണ്ടാവാം, ഗവൺമെൻറ് ഉണ്ടാവാം, ക്രെഡിറ്റേഴ്സ് ഉണ്ടാവാം. ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ കടം കൊടുക്കുന്ന ആളുകളുണ്ടാവാം. അവർക്കൊക്കെ ആവശ്യമുണ്ടല്ലേ? അപ്പോൾ ഈ അക്കൗണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആണ് അവരുടെ ഭാഷ. അവർക്ക് ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളും ബാധ്യതകളും ആസ്തികളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ്. സോ അക്കൗണ്ടിങ് ഈസ് ബേസിക്കലി എ ലാംഗ്വേജ് യൂസ്ഡ് ബൈ ബിസിനസ്. അപ്പോൾ ഈ ലാംഗ്വേജ് സെയിം അല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇപ്പം നമ്മൾ മലയാളം സംസാരിക്കുന്നു, നമ്മൾ റീസേർച്ച് ചെന്ന് കഴിഞ്ഞാൽ ഒടിയായിരിക്കും സംസാരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾക്ക് അവരുടെ ലാംഗ്വേജ് മനസ്സിലാവും? ഇല്ല. നമ്മൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒരു കോമൺ ലാംഗ്വേജ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂണിഫോമിറ്റി വേണം. അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിൽ പലരും പല രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും? ഇല്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി, യൂണിഫോമിറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, കൺവെൻഷൻസ് ഫോർമുലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അസംഷൻസ് ഉണ്ട്. അസംഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അനുമാനങ്ങൾ അല്ലേ? നമ്മൾ അനുമാനിച്ചെടുക്കുക, ആക്ച്വൽ ആവണമെന്നില്ല. അസംഷൻസ് എപ്പോഴും ആക്ച്വൽ ആവണമെന്നില്ല, അനുമാനങ്ങൾ എപ്പോഴും റിയൽ ആവണമെന്നില്ല അല്ലേ? അപ്പോൾ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അസംഷൻസ് ആണ്. ഈ അസംഷൻസിൻ്റെ ബേസിസിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു സ്ഥാപനത്തിൻ്റെ പ്രിപ്പയർ ചെയ്യുന്നതും പ്രസൻറ്റ് ചെയ്യുന്നതും. അതായത് അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബേസിക് അസംഷൻ ഓൺ വിച്ച് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ് ആൻഡ് പ്രസൻറ്റഡ്. പ്രിപ്പയർ ചെയ്യൽ മാത്രമല്ല, പ്രസൻറ്റ് ചെയ്യുന്നതും, ആളുകളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതും ഈ കൺസെപ്റ്റ്സ് ഉപയോഗിച്ചാണ്. കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രിൻസിപ്പിൾസ് ആണ്, നിയമങ്ങൾ, അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട കാര്യം. ഇത് മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. അക്കൗണ്ടിങ് എവിടെ യൂസ് ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം ഈ കൺസെപ്റ്റ്സ് ഫോളോ ചെയ്തിരിക്കണം. ഇതിൻ്റെ മെയിൻ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോമിറ്റിക്ക് വേണ്ടിയാണ്. അതായത് എല്ലാവരും ഒരേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകണം. സപ്പോസ് മാരുതി സുസുക്കി, ഹ്യുണ്ടായി, 2 കാർ മാനുഫാക്ചറേഴ്സ്, റൈവൽ കമ്പനീസ് ആണ് അല്ലേ? അപ്പോൾ ഹ്യുണ്ടായിക്കും മാരുതിയുടെ, ഹ്യുണ്ടായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർക്ക്
മാരുതി സുസുക്കിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ രണ്ട് അക്കൗണ്ടന്റ് രണ്ട് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹ്യുണ്ടായിൽ ഇൻവെസ്റ്റർക്ക് മാരുതിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മനസ്സിലാവുമോ? ഇല്ല, രണ്ടും ഒരേപോലെ തന്നെ വേണം അല്ലേ. അപ്പോൾ രണ്ട് കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു രണ്ട് ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ആയിരിക്കണം, യൂണിഫോം ആയിരിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? അക്കൗണ്ടിങ് കൺസെപ്റ്റ്. അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ജനറലി ഇറ്റ് ഈസ് പ്രിൻസിപ്പിൾസ്. പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങൾ അല്ലെ, റൂൾസ് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ accounting concepts are certain basic assumptions on the basis of which financial statements are prepared and presented. ഇനി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റിന് ആയിട്ട് റിലേറ്റഡ് ആണ്. അതായത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ്സ് ആയിട്ട് റിലേറ്റഡ് ആണ്. എന്താ കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംഷൻസ് ആണ്, ചില പ്രിൻസിപ്പിൾസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രിൻസിപ്പിൾസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില റൂൾസ് നമ്മൾ റോഡിൽ കൂടി നടക്കുമ്പോൾ ഇടതുവശം ചേർന്ന് വണ്ടി ഓടിക്കുമ്പോൾ ഇടതുവശം ചേർന്ന് വണ്ടി ഓടിക്കണം അല്ലേ, പ്രിൻസിപ്പിളാണ്. അത് ലണ്ടനിൽ പോയി കഴിഞ്ഞാൽ വേറെ രീതിയിലായിരിക്കും, യു കെയിൽ വേറെ രീതിയിലായിരിക്കും, റൈറ്റ് സൈഡ് ഡ്രൈവിംഗ് ആയിരിക്കും അല്ലേ. അവിടുത്തെ പ്രിൻസിപ്പിൾ ഓരോ കൺട്രിയിലും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിന് ഓരോ പ്രിൻസിപ്പിൾസ്, റൂൾസ് ടു ബി ഫോളോഡ് ഉണ്ട്. ആ റൂൾസ് കൃത്യമായിട്ട് മസ്റ്റായിട്ടും ഫോളോ ചെയ്യണം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ താഴെ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ്? ദേ ഷുഡ് ബി ബേസ്ഡ് ഓൺ റിയൽ അസംഷൻസ്. ആ അസംഷൻസ് റിയൽ ആയിരിക്കണം. ഓക്കെ, ഒരു ഫേക്ക് അസംഷൻ അല്ലെങ്കിൽ ഒരു ഗസ് വർക്കോ പാടില്ല, റിയൽ അസംഷൻ ആയിരിക്കണം. പിന്നെ ഇറ്റ് മസ്റ്റ് ബി സിമ്പിൾ, അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് എക്സ്പ്ലനേറ്ററി. അതായത് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കണം. ദേ മസ്റ്റ് ബി ഫോളോഡ് കൺസിസ്റ്റൻ്റ്ലി. ഒരു തവണ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അത് തന്നെ ഫോളോ ചെയ്തിരിക്കണം. അൺലെസ് ദെയർ ഈസ് എ ബെറ്റർ പ്രിൻസിപ്പിൾ, അതായത് ഒരു പുതിയ അല്ലെങ്കിൽ നല്ലൊരു പ്രിൻസിപ്പിൾ ഇല്ലാന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഴയ പ്രിൻസിപ്പിൾ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ദേ ഷുഡ് ബി ഏബിൾ ടു റിഫ്ലക്ട് ഫ്യൂച്ചർ പ്രഡിക്ഷൻസ്. അതായത് നമ്മളൊരു ഡാറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് ട്രെൻഡ് അല്ലെങ്കിൽ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റണം, ഫ്യൂച്ചർ കാര്യങ്ങൾ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ ദേ ഷുഡ് ബി ഇൻഫോർമേഷണൽ ഫോർ യൂസേഴ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആരൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അവർക്കൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റണം. അവർക്ക് ആ ഇൻഫർമേഷൻ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവണം. അത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓണേഴ്സ് ആണ്, ഗവൺമെൻറ് ഉണ്ട്, പിന്നെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബാങ്ക്സ് യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കണം ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഇതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ്. അപ്പോൾ കൺസെപ്റ്റ്സും പ്രിൻസിപ്പിളും റിലേറ്റഡ് ആണ്, ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ അസംഷൻസ് ആണ്, ബട്ട് ദേ ആർ പ്രിൻസിപ്പിൾസ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഫോളോഡ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാലും ദേ ആർ റൂൾസ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഫോളോഡ് വൈൽ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ജനറേറ്റിംഗ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഇനി അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റും പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് യൂസേജ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന പ്രാക്ടീസസ്. അതായത് നമ്മൾ എന്താ പറയുക, മലയാളം ജനിച്ചപ്പോൾ തന്നെ പഠിച്ചൊന്നുമല്ലല്ലോ. നമ്മൾ അച്ഛനമ്മമാർ സംസാരിക്കുന്നത് കേട്ടു, സഹോദരങ്ങൾ സംസാരിക്കുന്നത് കേട്ടു, എല്ലാവരൊക്കെ സംസാരിക്കുന്നത് കേട്ട് നമ്മൾ ത്രൂ പ്രാക്ടീസ്, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ത്രൂ പ്രാക്ടീസാണ് ചെയ്തു വരുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇന്ന കാര്യം ഇന്ന പോലെ ചെയ്യണം എന്ന് കുറേ പ്രാക്ടീസ് നമ്മൾ അൺറിട്ടൺ കോഡ് ഉണ്ടാവും, അത് ഫോളോ ചെയ്ത് വരുന്നതാണ്. ത്രൂ പ്രാക്ടീസായിട്ട് വരുന്ന കാര്യങ്ങളാണ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൻ്റെയും കൺസെപ്റ്റിൻ്റെയും പോലെ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട, ഇഫ് ദർ ഈസ് എ ബെറ്റർ പ്രൊസീജിയർ മെയ്ഡ് ദെൻ ഇറ്റ് ക്യാൻ ബി ഫോളോഡ്. അതായത് പഴയ കൺവെൻഷൻ തന്നെ ആവണമെന്നില്ല സ്ഥിരമായിട്ട് ഫോളോ ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഓവർ ദ പീരീഡ് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഒരു ബെറ്റർ പ്രാക്ടീസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് പോകും. ഇപ്പോൾ 3G ആയിരുന്നു ആദ്യം, അതിനേക്കാൾ നല്ലത് വന്നു 4G വന്നു അല്ലേ, അപ്പോൾ നമ്മൾ അതിലോട്ട് പോയി. ഇനി 5G വരുമ്പോൾ നമ്മൾ 4G വിട്ട് അതിലോട്ട് പോകും. അതായത് ബെറ്റർ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിലേക്ക് പോകും. അപ്പോൾ ബെറ്റർ അക്കൗണ്ടിങ് പ്രാക്ടീസസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് മൂവ് ചെയ്യും. അത് ഓവർ ദ പീരീഡ് ഓഫ് ടൈം ഇറ്റ് വിൽ ചേഞ്ച്. അപ്പോൾ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഫോളോ ചെയ്യണം, പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആവണമെന്നില്ല. ബട്ട് ഇഫ് ദർ ഈസ് എ ബെറ്റർ വൺ യു ക്യാൻ ചേഞ്ച് ടു ദാറ്റ് കൺവെൻഷൻ ഓർ ദാറ്റ് പ്രാക്ടീസ്. ഇതാണ് അക്കൗണ്ടിങ്ങിനെ റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ പ്രിപ്പറേഷനും പ്രസൻറ്റേഷനും ബാധിക്കുന്ന കാര്യങ്ങൾ. അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. 12 എണ്ണം ഉണ്ട്. കൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും കൺവെൻഷൻസും കൂടി ചേർത്ത് ആദ്യത്തെ എൻറ്റിറ്റി കൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, പീരിയോഡിസിറ്റി കൺസെപ്റ്റ്, അക്രൂവൽ കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, കോസ്റ്റ് കൺസെപ്റ്റ്, റിയലൈസേഷൻ കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, കൺസർവേറ്റിസം, കൺസിസ്റ്റൻസി ആൻഡ് മെറ്റീരിയാലിറ്റി. ഇത്രയുമാണ്
അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിനും പ്രസൻറ്റ് ചെയ്യുന്നതിനും നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിനെ ബേസ് ചെയ്ത് വേണം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാൻ. ഇതിൽ കൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം, കൺവെൻഷൻസ് ഫോളോ ചെയ്യണം. പക്ഷേ ഇഫ് ദർ ഇസ് എ ബെറ്റർ വൺ യു ക്യാൻ സ്വിച്ച് ടു ദാറ്റ് വൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാൻ. മനസ്സിലായത്? ഏത് എൻ്റർപ്രൈസ് ആയാലും ഏത് ഓർഗനൈസേഷൻ ആയാലും ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ നാളെ നമ്മൾ ഓരോ കൺസെപ്റ്റും നോക്കും. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.